15 വർഷത്തിനിടയ്ക്ക് 15ഓളം വർഷത്തിനിടയ്ക്ക് 11ഓളം സിനിമകൾ പ്രതിസന്ധിയിലല്ലാതെ വിജയുടെ സിനിമകൾ ഇറങ്ങിയിട്ടില്ല. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. 2015 അല്ലെങ്കിൽ 2013 തൊട്ടൊക്കെ തന്നെ വിജയുടെ സിനിമകളിലുള്ളിലെ കണ്ടന്റുകൾ കാരണമോ അല്ലെങ്കിൽ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളോ നല്ല രീതിയിൽ വിജയുടെ സിനിമകൾ ഇറക്കാൻ അനുവദിച്ചിട്ടില്ല. അല്ലെങ്കിൽ മറ്റു പല സോഴ്സുകളിൽ നിന്നും വിജയുടെ സിനിമയ്ക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നേരിട്ടിട്ടാണ് വിജയ് എന്ന നായകൻ്റെ സിനിമകൾ ഇറങ്ങിയിട്ടുള്ളത്. നമുക്കത് പരിശോധിച്ചാലോ. ഇത് ആരുടെ കുഴപ്പമാണ്? വിജയുടെ കുഴപ്പമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളിൽ കൊണ്ടാണോ അല്ലെങ്കിൽ വിജയുടെ സിനിമകളിലെ കണ്ടന്റ് കൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? നമുക്ക് ഒരു തവണ ഒന്ന് പരിശോധിക്കാം. തലൈവ തൊട്ട് നമുക്കൊന്ന് ഇങ്ങോട്ട് പരിശോധിക്കാം. വിജയുടെ സിനിമയിൽ എങ്ങനെയാണ് ഗവൺമെൻറ്റുകൾ സ്വാധീനം ചെലുത്തുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വിജയുടെ പ്രശ്നമാണോ, ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. തലൈവ സിനിമ 2016 റിലീസായ സിനിമയാണ്. അന്ന് 2016 ഓഗസ്റ്റ് 8 സിനിമയുടെ റിലീസ് വെച്ചിരുന്നത്. പക്ഷേ ഓഗസ്റ്റ് 8 വെച്ച സിനിമയുടെ ഒരു പോസ്റ്ററിൻ്റെ അടിയിലുള്ളൊരു ക്യാപ്ഷൻ ടൈം ടു ലീഡ് എന്നായിരുന്നു. അതായത് നയിക്കാൻ സമയമായി. വിജയ് രാഷ്ട്രീയത്തിൽ ഇഷ്ടമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും നിൽക്കുന്നില്ല. അങ്ങനെ ആ രീതിയിൽ നടന്നിരുന്ന ഒരു വ്യക്തി പിന്നീട് തൻ്റെ സിനിമകളിലെല്ലാം രാഷ്ട്രീയപരമായി പൊളിറ്റീഷ്യൻസിനെ വിമർശിക്കുന്നത്, അവരുടെ അഴിമതികൾ, അവരുടെ കൊലപാതകങ്ങൾ, അവരുടെ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വലിയ താരമായി ഉയർന്നു വരാൻ കാരണം വിജയ് സിനിമകളിലെ ഒരു മിനിമൽ പൊളിറ്റിക്സ് വിജയ് കാണിച്ചിരുന്നതുകൊണ്ടാണ്. അതായത് നമുക്ക് ഡയറക്റ്റായും ഇൻഡയറക്റ്റായിട്ടും വിജയ് സിനിമകളിൽ കാണിച്ചിരുന്ന പൊളിറ്റിക്സുകൾ അത് അവിടുത്തെ തമിഴ്നാട്ടിലെയും ആളുകളുടെയും ഉള്ളിലേക്ക് പതിയെ പതിയെ കയറി തുടങ്ങി. നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് ശരിക്കും നോക്കിയാൽ നമുക്ക് വിജയുടെ സിനിമകളിലെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ചിലർക്ക് കാണുമ്പോൾ അത് വീരനായ പരിവേഷം, ജനനായകൻ, ജനരക്ഷ എന്നൊക്കെ നമ്മൾ വിജയനെ കളിയാക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ചെറിയ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്പൂൺ ഫീഡ് ചെയ്ത് ആളുകളിലേക്ക് വിജയ് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ഇവിടെ എത്തി നിൽക്കുന്ന ഒരു വലിയൊരു രാഷ്ട്രീയ കക്ഷിയുമായി എത്തിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ സിനിമകളെടുത്ത് പരിശോധിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് അന്ന് ഇതിൻ്റെ ബേസിലാണ് അന്നത്തെ രാഷ്ട്രീയ കക്ഷികളെല്ലാം വിജയനെ എതിർത്തിരുന്നത്. ഒരു വലിയ ശക്തിയായി വിജയ് മാറുമെന്നുള്ള ഭയം കൊണ്ടാണോ, അല്ലെങ്കിൽ നിരന്തരമായി ആളുകളെ വിമർശിച്ചിരുന്നത് കൊണ്ടാണോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തലൈവ എന്ന സിനിമ ടൈം ടു ലീഡ് എന്ന ഒരു വാക്യം അതിനിടയിലുണ്ടായിരുന്നു. അത് തലൈവി എന്നുള്ളത് തമിഴ്നാട്ടിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ തലൈവ എന്നെഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ക്യാപ്ഷൻ ടൈം ടു ലീഡ് എന്നുള്ള ഒരു പദപ്രയോഗം, അത് നയിക്കാൻ സമയമായി എന്ന അർത്ഥത്തിലുള്ള ഒരു വാക്ക്. അപ്പോൾ ആർക്കായാലും അന്നത്തെ ജയലളിത മുഖ്യമന്ത്രി അവരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രഷർ സിനിമയ്ക്കുണ്ടായി. പല ഭാഗത്തു നിന്നും പ്രഷറുണ്ടായി. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായി. അന്നത്തെ ഒരു വിദ്യാർത്ഥി സംഘടനകൾ തമിഴ്നാട്ടിലെ തിയേറ്ററുകൾ ബോംബ് വയ്ക്കും. പിന്നെ ഒരു ടാക്സിൻ്റെ പ്രശ്നങ്ങൾ, ലീഗൽ ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്ത് തലൈവ സിനിമയ്ക്കെതിരെ ഉണ്ടായി. ആഗസ്റ്റ് 8 തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യേണ്ട സിനിമ ആഗസ്റ്റ് 8 റിലീസ് ചെയ്തില്ല. പകരം ആന്ധ്രയിലും കർണാടകയിലും മറ്റ് ഭാഷകളിലൊക്കെ സിനിമ റിലീസ് ചെയ്ത് നല്ല പ്രചരണം നേടുകയും ചെയ്തു. പിന്നീട് വിജയ്ക്കുണ്ടായ മാനനഷ്ടം, അത് ഇന്നും ആളുകൾ അത് പറഞ്ഞ് നടന്ന് വിജയനെ കളിയാക്കുന്നുണ്ട്. കാരണം അന്ന് വിജയ് ജയലളിതയെ കാണാൻ കഴിയാതെ റോഡിൽ നിന്ന് ജയലളിതയെ കണ്ടതും വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതുമാത്രമല്ല, വിജയ് പബ്ലിക്കായിട്ട് ഒരു വീഡിയോയിൽ തലൈവ റിലീസ് ചെയ്യണം തമിഴ്നാട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കുകയും അതും ഇന്നത്തെ ജനങ്ങൾ അല്ലെങ്കിൽ വിജയിനെ എതിർക്കുന്ന ജനങ്ങളൊക്കെ ഒരു കളിയാക്കുന്നതിന് വേണ്ടി ആ വീഡിയോസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ജയലളിത പോയതുകൊണ്ടാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്, ജയലളിതയെ പേടിയായിരുന്നു, അങ്ങനെയുള്ള തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും അന്നും വിജയ് നേരിട്ടിട്ടുണ്ട്, ഇപ്പോഴും വിജയ് നേരിടുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, വിജയുടെ എല്ലാ സിനിമകളും, അത് മേഴ്സലായിക്കോട്ടെ, ബിഗിലായിക്കോട്ടെ, ലിയോ ആയിക്കോട്ടെ, ഈ സർക്കാർ, അങ്ങനെയുള്ള എല്ലാ സിനിമകൾക്കും ഇതുപോലുള്ള ലീഗൽ അല്ലെങ്കിൽ ടാക്സ് പ്രശ്നങ്ങൾ ഇതെല്ലാം വിജയ് നേരിട്ടിട്ടുണ്ട്. വിജയുടെ സിനിമകളിൽ കാണിക്കുന്ന ഇന്നർ രാഷ്ട്രീയം അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഈ രാഷ്ട്രീയ കക്ഷികൾ വിജയൻ്റെ വരവ് അല്ലെങ്കിൽ വിജയുടെ കഥാപാത്രങ്ങളെ ഭയപ്പെട്ടിരുന്നതാണോ, അല്ലെങ്കിൽ ഇത്തരമൊരു അവസ്ഥയിലേക്ക് നാളെ വിജയ് എത്തുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ, അല്ലെങ്കിൽ വിജയ് തൻ്റെ സിനിമയിലൂടെ നിരന്തരം അതത് രാഷ്ട്രീയ കക്ഷികളെ വിമർശിക്കുന്നതുകൊണ്ടാണോ, ഭരണകൂടത്തെ വിമർശിക്കുന്നതുകൊണ്ടാണോ, എന്തോ അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇതുവരെ ജനനായകൻ വരെ ഒരു സിനിമയും വിജയ് നേരാവണ്ണം റിലീസ് ചെയ്ത് പോയ സിനിമകളല്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ എല്ലാ സിനിമകൾക്കും വിജയ് നേരിട്ടിട്ടുണ്ട്. വിജയ് എന്ന പേര് ജയിക്കുന്നവൻ. എന്നാൽ വ്യക്തിപരമായി വിജയ് സിനിമകളിലല്ലാതെ നേരിട്ട് എല്ലാവരുടെയും പ്രിയ കഥാപാത്രമായിരുന്നു, പ്രത്യേകിച്ച് ഭരണകൂടത്തിൻ്റെ.
നമ്മളെ ഈ വിജയ് ഫാൻസ് ആയാലും ഇവിടെ രണ്ട് പക്ഷമുണ്ട്. വിജയുടെ സിനിമകൾ എന്തിനു കൊള്ളാം എന്നുള്ള ടൈപ്പ്, അല്ലെങ്കിൽ പക്ക വിജയ് ഫാനും, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വിജയ് ആളുകളെ കയ്യിലെടുത്തിരുന്നത്? എങ്ങനെയാണ് ഇത്രയധികം ജനങ്ങൾ വിജയിനോട് ഒരു ആരാധന തോന്നിയത്? ഇതെല്ലാം ഒരു സ്പൂൺ ഫീഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരു മിനിമലായി വളരെ ലഘുവായി ഈ രാഷ്ട്രീയമെല്ലാം അതത് ഈ തമിഴ്നാട്ടിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിമർശിച്ചുകൊണ്ട് വിജയ് മുന്നോട്ട് വന്നത് അങ്ങനെയാണ്. അത് ഇപ്പോൾ ഒരു വലിയ കക്ഷിയായി നിൽക്കുന്നു. ജനനായകൻ്റെ KVN പ്രൊഡക്ഷൻസാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് ഇത് വലിയൊരു നഷ്ടമായി. മറ്റൊരു വസ്തുത, ടോക്സിക് എന്ന സിനിമ KVN പ്രൊഡക്ഷൻസ് ഇതിനകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ യഷിൻ്റെ സിനിമ അത് ടോക്സിക്കിൻ്റെ ട്രെയിലർ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതും മറ്റൊരു തരത്തിൽ ഇവരിങ്ങനെ വിവാദമാക്കി സിനിമകൾ ചെയ്യാൻ നിൽക്കുന്നതാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള ട്രെയിലറാണ് അവർ ഇറക്കിവിട്ടിരിക്കുന്നത്. എന്നാലും എൻ്റെ ഒരു ചെറിയൊരു ഡൗട്ട് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചെന്നുള്ളൂ. ഇനിയും വിജയ് സിനിമകൾ ഇനി ഇറങ്ങാനില്ല. എന്നാലും പഴയ സിനിമകളെല്ലാം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഒരു സിനിമ പോലും വിജയുടെ പ്രതിസന്ധിയിലല്ലാതെ റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് മാറി വരുന്ന സർക്കാരുകളായാലും ഇന്നത്തെ സർക്കാരായാലും ഏത് സർക്കാരായാലും പ്രതിസന്ധി അല്ലാതെ അല്ലെങ്കിൽ വ്യക്തിപരമായി അധിക്ഷേപങ്ങളില്ലാതെ വിജയുടെ ഒരു സിനിമകളും റിലീസ് ചെയ്തിട്ടില്ല. വിജയനോട് ആരാധനയോ അല്ലെങ്കിൽ വിജയനോടുള്ള ദേഷ്യമോ മാറ്റി നിർത്തിയാൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു സംഗതി നമുക്ക് കാണാൻ കഴിയും. എന്നാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.